വയ്യെങ്കിതേ ഈ ചൂട് വെച്ച് അവിടെ കിടന്നോ. 1-ാം മണി കൊട്ടാൻ ഇത്തിരി വൈകിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെയാ? നേരത്തിനും കാലത്തിനും പള്ളി വടി അടിക്കണ്ടായോ? ഇതങ്ങ് മാറിക്കോളും. ആണൊരുത്തനുള്ളവന്റെ മൂടി പൊതിച്ചടന്ന് ഉറങ്ങുന്നു. ഇത്രയും പ്രായമായിട്ടും ഒറ്റയ്ക്ക് ഇരുട്ടത്തേക്ക് ഇറങ്ങാനും കൂടി പേടിയാവന്. ഇവൻ ഇങ്ങനെ ഒരു പേടിത്തൊണ്ടനായാൽ എന്താ ചെയ്യാ? നീ ആ വഷളാക്കിയത്. 12-ാമത്തെ വയസ്സിൽ മൂത്തവൻ നാട് വിട്ടുപോയപ്പോ ഇവനെ ശാസിക്കാതെ ശകാരിക്കാതെ കൊഞ്ചിച്ച് വളർത്തി. അതാ കുഴപ്പമായി പോയത്. സോളമാ എഴുന്നേക്ക്. വെറുതെ കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കണ്ട. അവൻ എഴുന്നേക്കില്ല. ഒരുപാട് കൊല്ലായില്ലേ നീ ഞാനും മാറി മാറി വിളിക്കുന്നു. എഴുന്നേക്കണ്ടവനാണ്. എന്ന് എഴുന്നേറ്റേനെ. നീ ആ ടോർച്ചിങ് എടുത്തു. നല്ല മഞ്ഞുണ്ട്. ആ പൊട്ടക്കിണറിന്റെ അടുത്തുകൂടി പോകുമ്പോ ഒന്ന് സൂക്ഷിക്കണേ. ഞാൻ ആദ്യമായിട്ട് പോകുന്നു അല്ലല്ലോ. നേരാമണ്ണം ചികിത്സിക്കാതെ താനീ അസുഖം വെച്ചിങ്ങനെ നടന്നോ? ആ സോളമനെ കപ്പിയാരാക്കിയിട്ട് തനിക്കിനി റെസ്റ്റ് എടുക്കാൻ മേലേ? അവനോട് പറയാഞ്ഞിട്ടാണോ അച്ചോ? കേക്കണ്ടായോ? അവൻ വലിയ സിനിമക്കാരനല്ലേ, സംവിധായകൻ. അച്ഛനറിയാവല്ലോ, തെരുവിൽ അലിഞ്ഞു നടക്കുന്ന കൊച്ചുങ്ങളെ വെച്ച് സിനിമ പിടിച്ച് എന്റെ കുടുംബത്തെ മുഴുവൻ തെരുവിലാക്കിയാണ് അവൻ. കാട് കയറി ആർക്കും വേണ്ടാതെ കിടന്ന തൈക്കാടന്മാരുടെ ഭൂമി നക്കാപ്പിച്ച കാശിന് കിട്ടിയോണ്ടാ ഇപ്പൊ ഉള്ള കിടപ്പാടം ഉണ്ടായത്. പ്രൊഡ്യൂസർ ഇടയ്ക്ക് വെച്ച് മുങ്ങിയപ്പോ അതവൻ ഏറ്റെടുത്ത് നടത്തിയതല്ലയോ? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ. അച്ഛനല്ലെങ്കിലും അവന്റെ പക്ഷല്ലേ പറയൂ. 7 വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ പള്ളിയിലെ പൊന്നും കുരിശ് കളവ് പോയതാ. പോലീസ് കള്ളനെ എന്നെങ്കിലും പിടിച്ച് ആ പൊന്നും കുരിശ് തിരിച്ചേൽപ്പിക്കുമെന്ന് കരുതി. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാതെ വന്നപ്പോഴാ പുതിയ പൊന്നും കുരിശ് പണിയാനുള്ള തീരുമാനം ഈ കമ്മിറ്റി എടുത്തത്. പള്ളി വക ഭൂമി ഏതെങ്കിലും വിറ്റിട്ട് പൊന്നും കുരിശ് പണിയാമെന്ന് ഈ കുണ്ടുകുഴി അച്ഛനോട് ഞാൻ പറഞ്ഞപ്പോ അച്ഛനോട് നോക്ക്, കേട്ടില്ല. അപ്പോഴാണ് അച്ഛൻ ഒരിടത്തും കേൾക്കാത്ത പുതിയൊരു ഐഡിയ ആയിട്ട് വന്നത്. സ്നാപക യോഹന്നാന്റെ സീരിയൽ പിടിച്ച് അതിന്റെ ലാഭം കൊണ്ട് പൊന്നിൻ കുരിശ് പണിയാമെന്ന്. അച്ഛന്റെ തിരക്കഥ, കപ്പ്യാരുടെ മോന്റെ സംവിധാനം. എന്നിട്ട് ഈ സ്നാപയോഹന്നാൻ എവിടെ? പൊന്നും കുരിശ് എവിടെ? എന്താ ഈ സ്നാപയോഹന പൊന്നും കുരിശ് കൊണ്ട് ശബരിമലയ്ക്ക് പോയോ? 5 പൈലറ്റ് എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഒരു ചാനൽ റിജക്ട് ചെയ്തെങ്കിൽ മറ്റൊരു ചാനൽ നമുക്ക് നോക്കാം. ഭക്തി ചാനലായ ശാലോൺ TV വരെ അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഏത് ചാനലാ ബാക്കിയുള്ളത്? ഇടവകക്കാര് സംഭാവന പിരിച്ചു കൊടുത്തത് കപ്പ്യാരുടെ മോന് സംവിധാനം പഠിക്കാനല്ല. ആ കുഞ്ഞാട് സോളമനെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. അച്ഛന് തല്ല് കിട്ടിയോ? ഇല്ലില്ല, ഇപ്പൊ കിട്ടും. ഒന്ന് മൂപ്പിച്ചു കൊടുത്തേക്കാം. സോളമൻ എന്നെ സ്നാപക യോഹന്നാനാക്കെന്ന് പറഞ്ഞപ്പോ ഇയാളാ വേണ്ടെന്ന് പറഞ്ഞത്. സീരിയൽ വെളിച്ചം കാണാത്തതിനെ സംവിധായകനായ സോളമന് മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല. എല്ലാം ചലകുളമാക്കിയത് ഈ കുണ്ടുകുഴി അച്ഛനാണ്. ലോനപ്പാ, അഭിനേതാക്കളെ അച്ഛൻ തെരഞ്ഞെടുത്തത് ഒട്ടും ശരിയായില്ല. കള്ളന്റെ ലുക്കുള്ള ഇവനെ പിടിച്ച് യേശു ക്രിസ്തുവാക്കുമ്പോൾ ഓർക്കണമായിരുന്നു. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. എന്തേ നല്ല റോള് കിട്ടാത്തൊരു ചൊരുക്ക് എന്നോട് തീർക്കല്ലോ ലോനപ്പാ. അതേടാ ചൊരുക്ക് തന്നെയാ ലോനപ്പാ. എന്തേട്ടോ? ഉണ്ടുപോക്കി കാണിക്കരുത്. ഇല്ല ഏട്ടോ, യോഹന്നാന്റെ വേഷമോ തന്നില്ല. യേശുക്രിസ്തു ആവാൻ 1.5 മാസം പട്ടിണി കിടന്ന് വയറൊട്ടിച്ച് വന്നപ്പോൾ എല്ലാവരും കൂടി എന്നെ കുന്തം പിടിപ്പിച്ച് ഭരണാക്കി. ഗമാന്നൊരക്ഷരം മിണ്ടിച്ചില്ല. ഉണ്ണിയേശുവിന്റെ ജന്മകാലിത്തൊഴുത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ സംവിധായകന് പുറകെ പശുകുത്തി മറിച്ചിട്ടു. അവൻ വന്ന് വീണത് കന്യാമറിയമ്മ എന്റെ ഭാര്യയുടെ മേത്ത്. ഇടത്തെ വാരിയിലല്ല, ഇടത്തെ വാരിയിൽ ഒടിഞ്ഞ് 1.5 മാസം അവൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഒരു സീരിയൽ അഭിനയിച്ചത് എന്റെ കുടുംബം കണ്ടില്ല. ലോനപ്പാ, ഇല്ലേട്ടാ, പൊക്കണില്ല. അതെ, സീരിയലിന്റെ കഥ കേൾക്കാനല്ല ഇവിടെ കമ്മിറ്റി കൂടിയിരിക്കുന്നത്. ഇടവകക്കാരുടെ പണം പിരിച്ചെടുത്ത് അത് നശിപ്പിച്ച സോളമനെതിരെ എന്ത് നടപടി എടുക്കണമെന്ന് ആലോചിക്കാനാണ്. ഇടവകക്കാരെ വഞ്ചിച്ച സോളമനെതിരെ കേസ് കൊടുക്കണോ? അതെ, അല്ലെങ്കിൽ അവന്റെ ഈ കപ്പ്യാരി എന്താ ഇടവകക്കാരുടെ കാശ് തിരിച്ചു തരട്ടെ. ഞാൻ പറഞ്ഞിട്ടല്ലോ അവനെ സംവിധാനമാക്കിയത്. അത് ഈ കമ്മിറ്റിക്കാരുടെ ഭൂരിപക്ഷ തീരുമാനം അല്ലായിരുന്നോ? താൻ അങ്ങനെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. തന്നെയും തന്റെ മോനെ കുത്തിന് പിടിച്ച് കാശ് വാങ്ങിക്കാൻ ഞങ്ങൾക്കറിയാം. ഇട്ടിച്ചായ, നിങ്ങൾ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം കമ്മിറ്റി കാണിക്കരുത്. കാലം ഇത്രയായില്ലേ, പഴയ കഥയൊക്കെ വിട്ടുകളയിട്ടിച്ചായ. മേരിക്കുട്ടിയെടുത്ത് ഇപ്പൊ കപ്പയാരുടെ ഭാര്യയാണ്, 3-4 പിള്ളേർ തള്ളയാണ്. എന്നിട്ട് ഇട്ടിച്ചായ പഴയ ലവ് സ്റ്റോറിയും പറഞ്ഞ് വില്ലൻ കളിക്കരുത്. ഇത്തരം കാര്യങ്ങൾ കമ്മിറ്റിയിൽ ചർച്ച വേണ്ട. പറയട്ടെ അച്ചോ, എനിക്കത് നാണക്കേടൊന്നുമില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണിനെ കല്യാണത്തിന്റെ തലേന്ന് തട്ടിക്കൊണ്ടുപോയി ഈ കപ്പ്യാര് കല്യാണം കഴിച്ച കഥയൊക്കെ ഈ ഇടവകയിലെ ഓരോ മണൽത്തരിക്കും അറിയാം.
എന്നിട്ട് ഇപ്പൊ ഇയാളുടെ പേടിത്തൊണ്ടൻ മകൻ എന്റെ മകളുടെ പുറകെ നടന്ന് നിരന്തരം ശല്യം ചെയ്യുക. അവനോടെല്ലാം നിർത്തിക്കൊള്ളാൻ പറ. ഞങ്ങളുടെ പെങ്ങടെ പുറകെ അവൻ നടന്ന ആ കുഞ്ഞാട് ഇനിയും വെറുതെ എന്റെ തല്ലുകൊണ്ട് നാറും. കർത്താവേ, കാത്തോളണേ. രക്ഷിക്കണേ. വഴി തീർന്നോ? നിക്ക് നിക്ക് നിക്ക്. വഴി തീർന്നടാ. എടാ എന്തിനാടാ എന്നെ ഇങ്ങനെ ഓടിക്കണേ? ഞാൻ നിങ്ങളെ വെച്ചൊരു കുട്ടികളുടെ ചിത്രം സംവിധാനം ചെയ്തു. എന്നൊരു തെറ്റല്ലേ ചെയ്തുള്ളൂ. ഞങ്ങൾ അഭിനയിച്ച് സിനിമ ഇറങ്ങിയിട്ടില്ല, ഞങ്ങളോട് കടം മേടിച്ച് കാശും തന്നിട്ടില്ല. ഞങ്ങൾ കുപ്പിയും പാട്ടയും പിറക്കി വെച്ച കാശ അടിക്കണം. അയ്യോ, എടാ, കുട്ടികളുടെ രീതിയിൽ എടുക്കണോ? അവിടെ തുടരുത്, അവിടെ വേണ്ട. അയ്യോ, അവിടെ ഇത് എന്ത് കളിയാ കുട്ടികളെ? കളിയല്ല, കാര്യോടി. മേരി, ഒന്ന് രക്ഷിക്കണേ. കൊണ്ടോണം എന്റെ മുതുകത്തവണ തവളാച്ച് കളിക്കണത്. ചുക്കുമരിക്കണ ചൂടാപ്പേ പോണം. എന്താ പ്രശ്നം? നിസ്സാര പ്രശ്നം. എന്റെ തെരുവിന്റെ നൊമ്പരത്തിലെ അഭിനേതാക്കളാ. അവരതിന്റെ സംവിധായകനായി എന്നെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് വന്ന് കൈയടിച്ചതാ. പക്ഷെ കൈയടിയുടെ ഇടയിലും ഞാൻ പെട്ടുപോയി. നാണല്ലോ സോളമന് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് കടി വാങ്ങാൻ. മുതിർന്ന നിന്റെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിയാ മതിയോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? തിരിച്ചങ്ങോട്ടൊന്ന് കൊടുത്താൽ എന്താ? നോ 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 നോ. നമ്മൾ തിരിച്ചു ഒന്നു കൊടുത്താൽ അതിന് ബദലായിട്ട് വീണ്ടും കിട്ടും. അവര് തരുന്നത് ചുമ്മാ നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്ന പെട്ടെന്ന് പണിയും കഴിഞ്ഞ് അവര് പൊക്കോളും. പ്രതികരിക്കാൻ നിന്ന് കൂടുതൽ അടി കിട്ടും. ചുമ്മാതല്ല, ഇങ്ങനെ വെറും പേടിത്തൊണ്ടനായതുകൊണ്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കുഞ്ഞാടെന്ന് വിളിക്കുന്നത്. കുഞ്ഞാടില്ലേ നിന്റെ അപ്പന് ഇട്ടിച്ചൻ. ഷടാ, ഞാനൊരു സമാധാനപ്രിയനായത് ഇപ്പൊ ഒരു തെറ്റായി പോയോ? എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം. ധൈര്യം എനിക്ക് വരണ്ടേ മേരി? എന്തെല്ലാം മരുന്നുകൾ മാർക്കറ്റിൽ ഇറങ്ങണു. ധൈര്യം വെക്കാനുള്ള ഒരു ലേഖ്യം പോലും ഇറക്കാത്ത വലിയ കഷ്ട. മരുന്നില്ലെന്ന് ആരാ പറഞ്ഞേ? മരുന്നുണ്ടോ? എന്റെ ഫ്രണ്ടിന്റെ അച്ഛനൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ട്, ഡോക്ടർ സക്കേരിയ പോത്തൻ. ഞാൻ നിന്നെ കൊണ്ട് അങ്ങേരെ ഒന്ന് കാണിക്കാം. എന്നിട്ട് വേണം ഇനി നാട്ടുകാരെ എനിക്ക് വട്ടാന്ന് കൂടി പറയാൻ. ഇത് ടൗണിലാ, ആരും കാണാതെ നമുക്ക് പോയ പോരെ. എന്റെ മേരി, നീ ഇത് എന്ത് ഭാവിച്ചെങ്ങനെ പരിസരം പറഞ്ഞ് സംസാരിക്കണേ? നീ ഒന്ന് പോയേ. നിന്റെ വീട്ടുകാരെ തല്ലുള്ളാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് നീ പോയേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊക്കോളാം. പിള്ളേർ അതിലല്ലേ പോയത്, നീ ഇതിലെ പോ. എന്റെ കലാജീവിതം തകർത്തളഞ്ഞ ദ്രോഹി നീ. ഒരുത്തിക്കാരനെ ഷൂട്ടിംഗ് മുടങ്ങി എന്റെ എത്ര രൂപ നഷ്ടമെന്നറിയോ? നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ജാൻസി നീ ആ ചതി എന്നോട് കാണിച്ചത്? എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. റോളിംഗ് സാർ. പിതാവായ ദൈവമേ, അങ്ങേ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാപികളുടെ മോചനത്തിനായി അങ്ങയുടെ വസന്നിധാ ഓർക്കുന്നുണ്ടല്ലേ? നോക്കിക്കോ, ഏതെങ്കിലും ഒരു ക്രിസ്മസിന് നിന്നെ വെട്ടുമ്പോ ഞാനും മേടിക്കും നിന്റെ ഒരു കിലോ ഇറച്ചി. എന്നിട്ട് ഉരുളക്കിഴങ്ങിട്ട് വെച്ച് വല്ല ചാവലപ്പെട്ടിക്ക് എറിഞ്ഞു കൊടുക്കും. കുഞ്ഞാടും പശുവും കൂടെ ഏത് പിണ്ണാക്കന്റെ കാര്യമായി പറയുന്നേ? നിനക്കെന്താ നെഞ്ചുവേനുണ്ടോടാ? ആ, ഇടയ്ക്കിടയ്ക്ക് തോമേട്ടനെ കാണുമ്പോ പറയട്ടെ, ഒരു 100 രൂപ തന്നിട്ട് പോടാ. വെറുതെ അല്ലല്ലോ, ഇരുന്നിട്ടല്ലേ. അയ്യോ, കാശ് എടുക്കല തോമേട്ട, എനിക്ക് കറണ്ട് അടക്കലത്. അപ്പം വഴക്ക് പറയും. അവന്റെ അമ്മൂമ്മയുടെ ഒരു കറണ്ട് കാശ് വേണ്ട, ഞാൻ മെഴുതിരി എത്തിച്ചോളാം. വെരി ഗുഡ്. ഇതിലെന്താണ് ഇത്ര വെരി ഗുഡ്? കുടിക്കുന്ന കള്ള് മുഴുവൻ അയാളുടെ നവദ്വാരങ്ങളിൽ കൂടി പുറത്തു പോണേ കർത്താവേ. ബോസാണെങ്കിൽ എന്താ ഗ്യാസ് ഒക്കെ അല്ലേ? ഓക്കെ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഡോക്ടർ ആണോ? ഡോക്ടർ പിഷാരടി MBBS. നല്ല കൈപ്പിന്നുള്ള ആളാണോ? ഒരു മിനറൽ വാട്ടർ. ഒരു മിനറൽ വാട്ടർ. 15 രൂപ. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഇത്തിരി വെള്ളം കുടിക്കുന്നതിന് ഡോക്ടർക്ക് കാച്ചാ. ഡോക്ടർ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ജീവൻ ഞാൻ രക്ഷിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ വലിയ കാര്യമാണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ ജീവിതവും ബിസിനസ്സും പച്ച പിടിച്ചതിന്റെ കാരണക്കാരൻ ഡോക്ടറാണ്. എന്റെ കട ഇത്രക്ക് ഡെവലപ്പ് ആയത് ഡോക്ടർ വന്നതിന് ശേഷമാണ്. എന്റെ കടയിൽ കയറി ഒന്ന് ബ്ലസ് ചെയ്തിട്ട് പോണം പ്ലീസ്. ഏതാ തന്റെ കട? മെഡിക്കൽ ഷോപ്പ് ആയിരിക്കും. അല്ല, ആ കാണുന്ന പാക്കിംഗ് കേസ് ഷോപ്പാ. ഈ ആഴ്ച ഒന്നും അനങ്ങിട്ടില്ല. ആഴ്ചയിൽ ഓരോ ഓപ്പറേഷനും നടത്തിക്കൂടെ? മെഡിക്കൽ ഷോപ്പിൽ തരുന്ന പോലെ TV പിടിച്ച് തരാനുള്ള പാകത എനിക്കില്ല. എന്നാലും ആയതുപോലെ ചെയ്തോളാം. ഒന്ന് ഉത്സാഹിക്കണേ.
ഞാനിപ്പോ വരാ. അപ്പൊ തന്നെ മോനൊരു കുഞ്ഞു പെട്ടിയെടുത്ത് വഞ്ചി കുത്തി കളി. കൊച്ചൊരു പെട്ടിയെടുത്ത് കൊടുത്തേ. ഒന്നും രണ്ടും അല്ല, ഈ മാസത്തെ വാടകയും കൂട്ടി 4 മാസം വാടകയാ താൻ തരാനുള്ളത്. ഓ എന്റെ ചേട്ടത്തി എല്ലാം കൂടി ഒരുമിച്ച് എപ്പോഴെങ്കിലും തരാം. എപ്പോഴെങ്കിലും തരാന്നോ? ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാവർക്കും ഉണ്ട് സുധാകര. ചേട്ടത്തിയുടെ കഷ്ടപ്പാട് ചേട്ടത്തി സ്വയം ക്ഷണിച്ചു വരുത്തിയതല്ലേ? അല്ലെങ്കിൽ ഇട്ടിച്ചല ബംഗ്ലാവില് നല്ല മഹാറാണിയായിട്ട് കഴിയായിരുന്നില്ലേ? ഈ മാസം തന്നെ മര്യാദയ്ക്ക് കട കഴിഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചോണം. ഓ പിന്നെ ഒഴിയാൻ പറയുമ്പോഴേക്കും ഞാൻ ഒഴിയാൻ നിൽക്കല്ലേ? അയ്യോ പറഞ്ഞു തീർന്നില്ല. ദേ കടയൊഴിപ്പിക്കാൻ കുഞ്ഞാട് വരുന്നുണ്ട്. അവനിപ്പൊ എന്നെ അങ്ങ് തല്ലി ഇറക്കും. പരിഹസിക്കണ്ട, നിന്നെ ഒഴിപ്പിക്കാൻ ഈ മേരിക്കുട്ടി തന്നെ ധാരാളം. 31-ാം തീയതി കട കഴിഞ്ഞ് താക്കോലിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കൈയുടെ ചൂടറിയുന്നീ. ഓ ഈ പ്രായത്തിൽ ഇനി എന്നാ ചൂടറിയാനാ? കുറച്ചുകൂടി പ്രായം കുറവായിരുന്നെങ്കിൽ നോക്കാൻ. എന്താടാ പറഞ്ഞേ? അമ്മച്ചി വേണ്ട, അയാള് വിട്ടേക്ക്. ഒന്നും ചെയ്യില്ലട്ടാ. നീ ചെവിയിൽ നുള്ളിക്കോ സുധാര. നിന്നെ ഒഴിപ്പിക്കാൻ പറ്റൂ, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ നിയമം കോടതിയുണ്ട്. കാണിച്ചു തരാടാ നിന്നെ. അമ്മച്ചി ആവേശത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ. അമ്മച്ചി ഓരോന്ന് പറഞ്ഞ അയാൾക്ക് വല്ല ദേഷ്യം വന്നിട്ട് എനിക്കിട്ടായിരിക്കും കിട്ടണത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലം അത്. എപ്പോ നോക്കിയാലും ആളുകൾ മുഴുവൻ എനിക്കിട്ടാണ് ഇരിക്കുന്നത്. നീ ഇങ്ങനെ ഒരു പാവത്താനായതുകൊണ്ടാ അവനൊക്കെ ഇത്ര അഹങ്കാരം. ഓ ഞാനൊരു തല്ലുപിടുത്തക്കാരനാവാത്തതാ ഇപ്പൊ കുറ്റായി പോയത്. അമ്മച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ അവസാനം ഞാൻ വല്ല കൊട്ടേഷനായി മാറൂട്ടോ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജോസ്മോൻ ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു. നീ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിപ്പോയല്ലോ. അല്ലെങ്കിലും 12-ാം വയസ്സിൽ ഒളിച്ചോടി പോയ മോനോടാ അമ്മച്ചിക്ക് സ്നേഹം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, ധൈര്യമില്ലാത്തവനാ. സംസാരിക്കുമ്പോ ഒടുക്കത്തെ ധൈര്യം അമ്മച്ചി. പക്ഷെ പ്രവൃത്തിയോട് അടുക്കുമ്പോഴേക്കും ധൈര്യം ഒക്കെ ചോർന്നു പോവും. എല്ലാം ശരിയാവും, അമ്മച്ചി നോക്കിക്കോ. അമ്മച്ചി മോനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആ സുധാകരനോടുള്ള ദേഷ്യത്തിനല്ലേ അങ്ങനെ പറഞ്ഞത്. സോളമാ കുണ്ടുകുഴി. റോഡാകുമ്പോ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവും. അതല്ല, കുണ്ടുകുഴി അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. ആണോ? അമ്മച്ചി നടന്നോ, ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം. സുഖമൊരു ബിന്ദു. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയെ കാണാൻ പോകുമ്പോ നീ എന്നെ മോർച്ചല്ലാക്കാൻ നോക്കുന്നു.